Atomic Habits, Tiny Changes, Remarkable Results. ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ 1 മണിക്കൂർ അവിടെ പോയി, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസിലേക്ക് എത്തിയാൽ 2 മണിക്കൂർ അവിടെ പോയി. ഒരുപാട് ടൈം ഡെയിലി എന്നുള്ള രീതിയിൽ യങ്ങർ ജനറേഷൻ കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്താൽ ഒരുപാട് ടൈമും എനർജി നമുക്ക് റിസർവ് ആയി കിട്ടും. ആ ടൈമും എനർജിയും ഗുഡ് ഹാബിറ്റ്സ് കൊണ്ട് എങ്ങനെ ഫില്ല് ചെയ്യാം, എന്നിട്ട് പേഴ്സണലി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, പേഴ്സണലി ഡെവലപ്പ് ചെയ്തിട്ട് സ്കില്ലും നോളജും അക്വയർ ചെയ്തിട്ട് എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്തിട്ട് എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ജനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള റവന്യൂ സ്വീകരിച്ചിട്ട് ഫിനാൻഷ്യലിയും പേഴ്സണലിയും മൊത്തത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ഈ ബുക്കിന്റെ ബേസിൽ പറയാൻ ശ്രമിക്കുന്നത്. ഒരു ആക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനും അതൊരു ബിഹേവിയർ ആയിട്ട് മാറാനും ഒരു 4 ഫ്രെയിംവർക്ക് ഇതിൽ പറയുന്നുണ്ട്. മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. അപ്പോൾ ഫസ്റ്റത്തത് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നമുക്ക് വരണം. മൊബൈൽ ഡിവൈസ് കണ്ടാൽ അതിനെ പറ്റിയിട്ട് ഓർമ്മയാവും, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കേട്ടാൽ അതിനെപ്പറ്റി ഓർമ്മയാവും. അങ്ങനെ ഓർമ്മ ആവുമ്പോൾ അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഓർമ്മയാൽ മാത്രം മതിയോ? പോരാ. ഓർമ്മ ആയ ഉടനെ നമുക്കത് ചെയ്യാനുള്ളൊരു താല്പര്യം, ആ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ യൂസേഴ്സിനെയും എങ്ങനെ ആ 1 മിനിറ്റ് ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റ് ഷോർട്സിലേക്ക് ഹുക്ക് ചെയ്ത് നിർത്താം അവസാനം വരെ എന്ന് നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ട് ഓരോ തവണയും കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിൽ ഏറ്റവും നല്ല ഫീഡുകൾ നോക്കിയിട്ടാണ് യൂട്യൂബ് നമുക്ക് ഫീഡ് ചെയ്ത് തരാം. അപ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനും അത് നമ്മുടെ ഒരു ബിഹേവിയർ ആവാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അട്രാക്റ്റീവ് ആയാൽ മാത്രം മതിയോ? ഇപ്പോൾ നമ്മളൊരു കാര്യം ഓർമ്മയായി ഭയങ്കര അട്രാക്റ്റീവാണ്, പക്ഷേ ഓർമ്മയായത് മുതൽ അതിലേക്ക് എത്താനുള്ള ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടും ഹാബിറ്റ് ക്രിയേറ്റ് ആവും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഓർമ്മ ആവും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഒരു ക്ലിക്കിൽ തന്നെ ആ സോഷ്യൽ മീഡിയ ഫീഡ്സിലേക്ക് നമുക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്സിലേക്ക് കയറിയാൽ ഈസി ആയിട്ട് മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. ഒരു കണ്ടൻറ്റ്, രണ്ടാമത്തെ കണ്ടൻറ്റ്, ഓരോ കണ്ടൻറ്റും ഒന്നിലേറെ മെച്ചം, ഓരോ കണ്ടൻറ്റും പുതിയ ടോപ്പിക്കുകൾ, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക്, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ടോപ്പിക്ക്. ആ ടോപ്പിക്ക് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രത്തോളം ഈസി ആകുന്നു അത്രത്തോളം ആ ഒരു ഹാബിറ്റിൽ മുഴുകാനും അതൊരു ബിഹേവിയർ ആവാനും അതിൽ അഡിക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഈസി അത് ചെയ്തിട്ട് എന്ത് കിട്ടും, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? അതാണ് 4ാമത്തെ ഫ്രെയിംവർക്ക്, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. അപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനൊരു ഫാക്ടർ കൂടി അതിൻ്റെ എൻഡിലൊരു ക്ലൈമാക്സ് ആയിട്ട് വെക്കുന്നുണ്ട്. ഏതൊരു വീഡിയോൻ്റെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ക്ലൈമാക്സ് കാണാനുള്ള ഒരു ത്വര, അത് കാണുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഫിനിഷ് ചെയ്താൽ 2ാമത്തെ വീഡിയോയിലേക്ക് പോകും, 3ാമത്തെ വീഡിയോയിലേക്ക് പോകും. ഓരോ വീഡിയോ ഒന്നിനൊന്നും വെച്ചും ഓരോ വീഡിയോ ഒന്നിനൊന്ന് നല്ല ക്ലൈമാക്സുകളായിരിക്കും. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സോഷ്യൽ മീഡിയ തരുന്നത്. അപ്പോൾ അത് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും.